ചിങ്ങത്തിൽ വളരെയധികം സമ്പത്ത് വന്നു ചേരുവാൻ പോകുന്ന വീടുകളിലും ഐശ്വര്യവും ഉയർച്ചകളും ഉണ്ടാകുവാൻ പോകുന്ന വീടുകളിലും മാത്രം വന്നു കയറുന്ന ചില ജീവികളുണ്ട്. അതായത് ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ഈ ചിങ്ങമാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്ന ചില നേട്ടങ്ങളെയാണ്. മാത്രമല്ല ഈ ജീവികൾ സാധാരണഗതിയിൽ നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നത് എങ്ങനെയാണോ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ തരത്തിലായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ശുഭകരമായ കാര്യം നടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് പല മംഗളകാര്യങ്ങളും പുതിയ തുടക്കങ്ങളുമെല്ലാം തന്നെ പല ആളുകളുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. അത്രയധികം പ്രാധാന്യമുള്ള ഈ ഒരു സമയത്ത് ചില ജീവികൾ ശകുനമായി നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവയെ ആട്ടിപ്പായിക്കുവാനോ നിസാരമായി കാണുവാനോ പാടില്ല. ഈ ഒരു കാര്യം പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടിനുള്ളിലോ വീട്ടുമുറ്റത്തോ വീട്ടുപരിസരത്തോ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭാഗ്യസൂചകമായി കണക്കാക്കപ്പെടുന്ന ജീവികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ വീടിനുള്ളിലോ വീട്ടുമുറ്റത്തോ ഒക്കെയായി നിരന്തരം തവളകളെ കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു സൂചനയാണ്. അതായത് ഇത്തരത്തിൽ ചിങ്ങത്തിൽ തവളകൾ നിങ്ങളുടെ വീട്ടുപരിസരത്ത് വരുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ നിന്ന് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചതിലും ഇരട്ടിയായി ഒരു വിളവെടുപ്പ് നടത്തുവാൻ കഴിയും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ വീടുകളിൽ തവള അസാധാരണമായി വന്നു കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇതിൽ തന്നെ ഒരുപക്ഷെ തവളകൾ നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിലോ നിങ്ങളുടെ വീടിൻ്റെ നിലവിളക്ക് കത്തിക്കുന്ന ഭാഗത്തോ വന്നിരിക്കുകയാണെങ്കിൽ അതും ഭാഗ്യസൂചന തന്നെയാണ്. അങ്ങനെ ഒരു കാഴ്ച ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനവരവുകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഇത്തരത്തിൽ തവളകളെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കുകയോ അവയ്ക്ക് ജീവഹാനി വരുത്തുകയോ ചെയ്യുവാൻ പാടില്ല. ഇനി രണ്ടാമതായി ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ പച്ച നിറത്തിലുള്ള പാമ്പുകൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മറ്റു പാമ്പുകളൊന്നും തന്നെ വീട്ടിൽ വന്ന് കയറുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല. അത് ചില തരത്തിലുള്ള ശത്രുദോഷങ്ങളെയും ദുർസൂചനകളെയുമാണ് വിളിച്ചറിയിക്കുന്നത്. എന്നാൽ പച്ച നിറത്തിലുള്ള പാമ്പുകൾ നിങ്ങളുടെ വീടുകളിൽ ഈ ചിങ്ങമാസത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും അധികരിക്കുവാൻ പോകുന്നുവെന്നും അതുപോലെ തന്നെ ചില മംഗളവാർത്തകളും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുവാൻ പോകുന്നുവെന്നും അർത്ഥമാക്കുന്നു. അതിനാൽ ഇത്തരത്തിൽ പച്ച നിറമുള്ള പാമ്പുകളെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഭയക്കേണ്ട കാര്യമോ അവയെ ഉപദ്രവിക്കേണ്ട കാര്യമോ ഇല്ല. ഇനി മൂന്നാമതായി നിങ്ങൾക്ക് ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീട്ടുപരിസരത്തോ പറമ്പിലോ ഒക്കെയായി കാണുകയാണെങ്കിൽ വളരെ ഭാഗ്യസൂചകമായി കണക്കാക്കുവാൻ കഴിയുന്ന ഒരു ജീവിയാണ് കീരി. പ്രത്യേകിച്ച്
കീരികൾ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശത്രുക്കളുടെ നാശത്തെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില നേട്ടങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇതിനു മുൻപ് ചെയ്യുവാൻ ഭയന്നിരുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ധൈര്യത്തോടെ ചെയ്യുവാൻ വരും ദിവസങ്ങളിൽ കഴിയുമെന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നു. വളരെ വിരളമായി മാത്രം കാണപ്പെടുന്ന ഈ ഒരു ജീവി നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു കീരി പാമ്പിനെ കൊല്ലുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കാണുന്നതെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ഈ പ്രപഞ്ചശക്തി തന്നെ നൽകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി നാലാമതായി, വളരെ അവിചാരിതമായി മാത്രം അത്രയധികം ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം ഈ ചിങ്ങമാസത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ജീവിയാണ് സ്വർണ്ണ നിറമുള്ള മൂങ്ങ. ഈ സ്വർണ്ണ നിറമുള്ള മൂങ്ങയെ നിങ്ങൾ പകൽ സമയത്ത് കാണുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യസൂചകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനടി സ്വർണം, വസ്തുവകകൾ, വാഹനം എന്നിങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ്. ഇനി ഇവ രണ്ടെണ്ണം ഒന്നിച്ചിരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഭാഗ്യം ഇരട്ടിയായിരിക്കും. എന്നാൽ സ്വർണ്ണ നിറമുള്ള മൂങ്ങ അല്ലാതെ മറ്റേതെങ്കിലും നിറത്തിലുള്ള മൂങ്ങകളെയാണ് കാണുന്നതെങ്കിൽ അത് ശുഭസൂചനയായി കണക്കാക്കേണ്ടതില്ല. ഇനി ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീട്ടുപരിസരത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഭാഗ്യസൂചകമായി കണക്കാക്കപ്പെടുന്ന ഒരു ജീവിയാണ് സ്വർണ്ണ നിറമുള്ള ഓന്ത്. വളരെ വിരളമായി മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വർണ്ണ നിറമുള്ള ഓന്തിനെ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിൽ ഇവ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ നിങ്ങൾ മനസ്സിൽ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് ആഗ്രഹ സഫലീകരണവും സാമ്പത്തിക ഉന്നമനവും കുടുംബത്തിൻ്റെ പുരോഗതിയുമെല്ലാമാണ് ഈ ജീവി വന്നു കയറുന്നതിലൂടെ പ്രകൃതി നൽകുന്ന സൂചന. ഇനി ഇവ തുളസിയുടെ ചുവട്ടിലോ വീട്ടിനുള്ളിലോ ആണ് കാണപ്പെടുന്നത് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവയെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷമായിരിക്കും നൽകുന്നത്. അതിനാൽ തന്നെ ഈ സാധുജീവികളെ ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടില്ല. ഇനി ആറാമതായി, ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീട്ടുപരിസരത്തോ വീട്ടുമുറ്റത്തോ ഒക്കെയായി നിങ്ങൾ മൈനകളെ കാണുകയാണെങ്കിൽ അത് വളരെ ഭാഗ്യസൂചകമാണ്. അതിൽ തന്നെ 2 മൈനകളെ ഒരുമിച്ചാണ് നിങ്ങൾ ഈ ചിങ്ങമാസത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും മറന്നു കിടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ പൂർത്തീകരണം കാണുന്ന തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള സാധ്യതയും പ്രപഞ്ചം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഈ ചിങ്ങമാസത്തിൽ മൈനകൾ നിരന്തരം നിങ്ങളുടെ വീടുകളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയുമെല്ലാം വളരെയധികം വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ്. ഇനി ഏഴാമതായി, വളരെ അവിചാരിതമായി മാത്രം ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഈ ചിങ്ങമാസത്തിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് മയിലുകൾ. മയിലുകൾ വളരെ സന്തോഷത്തോടെ
പീലികൾ വിടർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ വീടിനും കുടുംബത്തിനും വരുവാൻ പോകുന്ന പുരോഗതിയെയും ഉന്നമനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു കാഴ്ച ഈ ചിങ്ങത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിങ്ങമാസം തീരുന്നതിന് മുൻപ് തന്നെ ചില മംഗളകാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കും. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിവാഹം, കുഞ്ഞുങ്ങളുടെ ജനനം, പുതിയ കർമ്മമേഖലയിലേക്കുള്ള പ്രവേശനം എന്നിങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നടക്കുവാനുള്ള സാധ്യത ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികമാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ വീടുകളിൽ ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള മനസമാധാനക്കേടുകളോ കുടുംബ പ്രശ്നങ്ങളോ നിലനിന്നിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാവുകയും വീട്ടിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിൽ മയിലുകൾ വന്നു കയറുന്ന വീടുകളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈശ്വരാധീനവും നിങ്ങളുടെ വീടുകളിൽ വളരെയധികമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നു. ഇനി അടുത്തതായി നിങ്ങളുടെ വീട്ടുമുറ്റത്തോ തൊടിയിലോ ഒക്കെയായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മഹാഭാഗ്യമായി കണക്കാക്കേണ്ട ഒരു പക്ഷിയാണ് ഉപ്പൻ അഥവാ ചകോരം എന്ന പക്ഷി. ചെമ്പോത്ത് എന്ന പേരിലും ഈ പക്ഷി അറിയപ്പെടാറുണ്ട്. ഒറ്റനോട്ടത്തിൽ കാക്കയും കുയിലുമായൊക്കെ ഇവയ്ക്ക് സാമ്യമുണ്ടെങ്കിലും ഈ ഒരു പക്ഷി അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കാരണം ഹൈന്ദവ പുരാണമനുസരിച്ച് ഇവയെ മഹാഭാഗ്യത്തിൻ്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉപ്പൻ എന്ന പക്ഷി ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെയും മാനസിക സന്തോഷത്തെയും ശുഭകരമായ കാര്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ചില വ്യക്തികളിൽ നിന്ന് മാത്രം ഈ ഉപ്പൻ എന്ന പക്ഷി വളരെ അടുപ്പത്തോടെ വന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം സ്വീകരിക്കുന്ന തരത്തിൽ ഇടപഴകാറുണ്ട്. അത്തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഈശ്വരാധീനം വളരെയധികമാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ശുഭകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളതും അച്ചിട്ടാണ്. അതിനാൽ ഈ ഭാഗ്യത്തിൻ്റെ പ്രതീകമായ പക്ഷിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പാടില്ല. അവയെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകി പറഞ്ഞയക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 8 ജീവികളിൽ ഏതെങ്കിലും ഒന്ന് ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായ ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള ധനവരവുകൾ വരെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സം നേരിട്ടിരുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിൽ ഈ ജീവികൾ നിങ്ങളുടെ വീടുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും അതല്ലാതെ തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലീകരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഇവയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യാതെ അവയെ ഭക്ഷണം നൽകി പറഞ്ഞയക്കുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.